രാവിലെ 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി. ഈ വെള്ളച്ചമ്മന്തി ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കുമല്ലോ അല്ലേ. ഈ വെള്ളച്ചമ്മന്തിയുടെ രുചി കൂട്ടാനായിട്ട് 1-2 കാര്യങ്ങളും കൂടെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നല്ല വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞുള്ളി, എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകാണ് എടുക്കുന്നത്. 1/2 സ്പൂണോളം ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ സാധാരണ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ ചേർക്കുന്നതാണല്ലേ. ഞാനിവിടെ എക്സ്ട്രാ ചേർക്കുന്നത് ഒരു 1/4 സ്പൂണോളം പഞ്ചസാരയാണ്. ഇത്രയും പഞ്ചസാര ചേർത്തു എന്ന് ഓർത്ത് നമ്മുടെ ചമ്മന്തിക്ക് വല്ലാതെ അങ്ങ് മധുരമായി പോകുന്നില്ല കേട്ടോ. കൂടെ ചേർക്കുന്നത് ഒരു 6-7 കശുവണ്ടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അരയ്ക്കുന്ന ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ചേർക്കുന്ന 2 കാര്യങ്ങൾ ഒരു 1/4 സ്പൂണിനടുത്ത് പഞ്ചസാരയും ഒരു 5-6 കശുവണ്ടി പരിപ്പുമാണ് കേട്ടോ. ഇനി വെള്ളം ചേർത്തത് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തിക്ക് നിങ്ങൾക്ക് എന്ത് കട്ടി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണയാണ് എപ്പോഴും താളിക്കാൻ നല്ലത്. കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. കടുക് മൂത്ത് വന്നാൽ ഒരു 2 കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തോളൂ. കുഞ്ഞുള്ളി ചേർത്ത് മൂപ്പിച്ച് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കുഞ്ഞുള്ളി ഇതുപോലെ മൂത്ത് വന്നാൽ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇത്രയാണ് ഞാനിവിടെ താളിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് ചമ്മന്തിയിലേക്ക് ചേർത്ത് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ചമ്മന്തി പല രീതിയിൽ നമ്മൾ ചെയ്യും. ഇത് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ താളിപ്പ് ചമ്മന്തിയിലേക്ക് ചേർത്ത് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കേ. രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലും ദോശയ്ക്ക് അരച്ചു വെക്കാൻ സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ. അടുത്തത് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവയിലേക്ക് ഒത്തിരി പുളിക്കാത്ത തൈര് ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഞാനൊരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാം. കൂടെ കാശ്മീരി മുളക് ഒരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ട് ചേർത്തോളൂ കേട്ടോ, അരച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുതിർത്തി വെച്ച അവൽ ഒരു 1/2 കപ്പാണ്. കൂടെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്റർ ഈ ഒരു കട്ടിയിൽ കിട്ടുന്ന പരുവത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം മതിയാവും. അത് പല തവണയായിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണേ. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കണേ. ഇതുപോലെ ചെറിയ ബബിൾസ് നമുക്ക് ആ ബാറ്ററിൽ കാണാൻ പറ്റണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുത്തോളൂ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കിയില്ലേ. ഇതിന് നന്നായിട്ട് ചൂടായ പാനിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അങ്ങ് ചുട്ടെടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ദോശ കിട്ടും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ദോശ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ നമ്മുടെ ഈ വെള്ളച്ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഈ വെള്ളച്ചമ്മന്തി തന്നെ കൂട്ടി ഇതൊന്ന് കഴിച്ച് നോക്ക്. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ.